അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഇതിനായിട്ട് ഞാനിവിടെ അത്യാവശ്യം വലിപ്പമുള്ള 3 തക്കാളി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി തക്കാളിയുടെ ഈ ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഈ ഒരു ഭാഗം മേൽഭാഗം കട്ട് ചെയ്തതിന് ശേഷം ഇതിന് 4ആയിട്ടൊന്ന് കട്ട് ചെയ്യാം. ഫുള്ളായിട്ട് അങ്ങ് കട്ട് ചെയ്യരുത്, 1/4 ഭാഗത്തോളം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യാം. ഈ ഒരു രീതിക്ക് ബാക്കിയിരിക്കുന്ന തക്കാളിയും കട്ട് ചെയ്തെടുക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ വെള്ളം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് ഈ തക്കാളി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയാണ്. പുളിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് വേവിച്ചിട്ടെടുക്കാം. നമ്മളെപ്പോഴും തക്കാളി മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ വേണം വെള്ളം എടുക്കാൻ. ഇപ്പോൾ തക്കാളി വേവിക്കാൻ വെച്ചിട്ട് ഒരു 3 മിനിറ്റായി. ഇനി തക്കാളി എല്ലാം എടുത്ത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ആ പുളിയും എടുത്ത് മാറ്റാം. ബൗളിലേക്ക് മാറ്റിയ തക്കാളിയിലേക്ക് 3 കപ്പ് വെള്ളം വീണ്ടും ഒഴിച്ചു കൊടുക്കാം. ആ ചൂടോടുകൂടി തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി തക്കാളിയുടെ ചൂട് ജസ്റ്റ് ഒന്ന് മാറട്ടെ. അപ്പോൾ തക്കാളിയുടെ ചൂടൊക്കെ ജസ്റ്റ് ഒന്ന് മാറിയതിന് ശേഷം ഈ തക്കാളിയുടെ മേളിലുള്ള തൊലിയൊക്കെ നമുക്കൊന്ന് എടുത്ത് മാറ്റാം. എല്ലാത്തിൻ്റെയും തൊലി മാറ്റിയിട്ടുണ്ട്. തൊലി നമുക്ക് ആവശ്യമില്ല. ഇനി കൈ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഞെരടിയെടുക്കാം. ആ പുളിയും ഈ തക്കാളിയൊക്കെ കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് ഞെരടിയെടുക്കാം. അപ്പോൾ തക്കാളിയും പുളിയും കൈ വെച്ച് നല്ലതുപോലെ ഞെരടി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഞെരടി കൈ കൊണ്ട് എടുക്കുന്നതിലാണ് ഇതിന് ടേസ്റ്റ് കൂടുതൽ കിട്ടുന്നത്. ഇനി തക്കാളിയും പുളിയും വേവിച്ചെടുത്ത വെള്ളമല്ലേ, അതും കൂടി ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഫുള്ളായിട്ട് അങ്ങ് ഒഴിക്കാം. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/2 കപ്പ് ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കാം. 250 ml കപ്പിന് 1/2 കപ്പ് ചിരകിയ തേങ്ങ എടുത്തിട്ടുള്ളത്. ഒരു മുറി തേങ്ങയുടെ ഒരു 1/4 ഭാഗം തേങ്ങ ചിരകി എടുത്താൽ മതി. ഇനി ഒരു 6 അല്ലി വെളുത്തുള്ളി അല്ലികൾ ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ചേർക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയില, ഒരു കൈപിടി മല്ലിയിലാണ് എടുത്തിട്ടുള്ളത്, അതും കൂടി ചേർക്കാം. ഇനി 2 പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. നല്ല എരിവുള്ള പച്ചമുളക് ആണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർക്കാം. നല്ല ജീരകമാണ്, വലിയ ജീരകമല്ല. ഇനി ഇതെല്ലാം കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് ചതച്ചെടുക്കാം. വെള്ളമൊന്നും ഒഴിക്കരുത്, ചതച്ചെടുത്താൽ മതി. ഇപ്പം എല്ലാം കൂടിയിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് ചതച്ചെടുക്കുക. ഇനി ചൂടായി കിടക്കുന്ന ഒരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ നല്ലെണ്ണയാണ് എടുത്തിട്ടുള്ളത്. ഇതിന് പകരം ഏത് എണ്ണ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. എണ്ണ ഒന്ന് ചൂടാവട്ടെ. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ കടുകിടാം. ഒരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ട് കൊടുക്കുക. കടുകെല്ലാം ഒന്ന് പൊട്ടി വരണം. കടുകെല്ലാം ഒന്ന് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് 2-3 വറ്റൽമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കുക. അതുപോലെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതെല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഒരു 4-5 വെളുത്തുള്ളി ചതച്ചെടുത്തതാണ്. അതുപോലെ തന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. 2 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി ചതച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിന് പച്ചമണം മാറി കിട്ടുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു 10 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി ഒരു 10 ചെറിയ ഉള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ചതച്ച് തന്നെ ചേർത്ത് കൊടുക്കുക, എന്നാൽ മാത്രമേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ആ ഉള്ളിയൊക്കെ വയന്ന് ഒരു ഗോൾഡൻ നിറാവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. എല്ലാം വയന്ന് നല്ലൊരു ഗോൾഡൻ നിറമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്നത് മുഴുവനും അങ്ങ് ചേർത്ത് കൊടുക്കാം. പിന്നെ പച്ചമണമൊക്കെ പോയി കിട്ടുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഫ്ലെയിം കുറച്ച് വേണം വെച്ചിട്ട് ഇതൊക്കെ ചെയ്തിട്ടെടുക്കാൻ. ഒരു 2 മിനിറ്റ് ഇളക്കി കൊടുത്ത് ഇതിൻ്റെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. അതുപോലെ ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ ഇടികല്ലുകൊണ്ട് ചതച്ചെടുത്ത കുരുമുളകാണ്. അപ്പോൾ കുരുമുളക് ചതച്ചിട്ട് തന്നെ എടുക്കുക, എന്നാലേ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. കുരുമുളക് ചതച്ച് എടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടിയാണ് ഉള്ളതെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പൊടിയുടെ പച്ചമണം മാറി കിട്ടുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു 10 സെക്കൻഡ് ഇളക്കി കൊടുത്ത് പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടി ചേർക്കാം. കായപ്പൊടിയൊന്നും കൂടി പോകരുത്, ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി.
ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ തക്കാളിയൊക്കെ ഞെരടിയെടുത്ത വെള്ളമില്ലേ അതങ്ങ് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ. ഇപ്പം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ശർക്കര പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ശർക്കര വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ശർക്കര ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. വേണമെന്നുണ്ടെങ്കിൽ മാത്രം ശർക്കര പൊടിച്ചത് ചേർത്ത് കൊടുത്താൽ മതി. ലാസ്റ്റിൽ നമുക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ച് ഒരു 2 മിനിറ്റ് പതയൊക്കെ ഒന്ന് അടങ്ങി വരട്ടെ. 2 മിനിറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ രസത്തിൽ എരിവ് കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അളവിനനുസരിച്ചിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന തക്കാളി രസം ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. ചോറിന്റെ കൂടെ വേറെ ഒരു കറിയുടെ ആവശ്യമില്ല. അതുപോലെ തന്നെ നമുക്ക് വെറുതെ കുടിക്കാനും നല്ല ടേസ്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ തക്കാളിയും തേങ്ങയൊക്കെ വെച്ചിട്ട് വെറൈറ്റി ആയിട്ട് രസം തയ്യാറാക്കി നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്